പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ള ദൈവമക്കളെ, ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ചുങ്കക്കാരനും ഒരു ഫരിസേയനും പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവാലയത്തിൽ വരുന്നതിനെക്കുറിച്ച് ഈശോ ചില വചനങ്ങളൊക്കെ പറയുന്നുണ്ട്. തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് ഈശോ ഒരു ഉപമയായിട്ട് പറഞ്ഞു. രണ്ടുപേര് പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് ഒരാൾ ഫരിസേയനും മറ്റേയാൾ ചുങ്കക്കാരനും. ഫരിസേയൻ തൻ്റെ നേട്ടങ്ങളും തൻ്റെ കഴിവുകളും തന്നിലുള്ള നന്മയൊക്കെ ഉയർത്തി കാട്ടിക്കൊണ്ട് തനിക്ക് ദൈവാനുഗ്രഹത്തിന് പ്രതിഫലത്തിലുള്ള അവകാശമുണ്ട് എന്ന് ദൈവത്തിന് മുമ്പിൽ ക്ലെയിം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു, അവകാശപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നു. ചുങ്കക്കാരനാകട്ടെ ദൈവത്തിൻ്റെ കരുണയിലും ശക്തിയിലും ഔദാര്യത്തിലും മാത്രം ആശ്രയിച്ചുകൊണ്ട് തൻ്റെ അയോഗ്യതയും തൻ്റെ കൃപയില്ലായ്മയുടെ അവസ്ഥയൊക്കെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് 14-ാം തിരുവചനത്തിൽ ലൂക്ക 18:14 ഈശോ പറഞ്ഞു, ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി ഈ ചുങ്കക്കാരൻ വീട്ടിലേക്ക് മടങ്ങി. എന്നിട്ട് ഈശോ കൂട്ടിച്ചേർത്തു, തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. അഹങ്കാരത്തിൻ്റെ കാരണം എന്താണ്? മറ്റൊരാളെ പുച്ഛിക്കാനും തന്നെ തന്നെ ഉയർത്താനുമുള്ള കാരണം അഹങ്കാരമാണെന്ന് നമുക്കൊക്കെ അറിയാം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നമ്മിൽ അഹങ്കാരമുണ്ടോ എന്ന് അറിയാനായിട്ടുള്ള ഒരു മാർഗം, മറ്റൊരാൾ നമ്മുടെ ഏതെങ്കിലും ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചു, അല്ലെങ്കിൽ ചെയ്യാത്ത ഒരു തെറ്റ് നമ്മുടെ മേൽ ആരോപിച്ചു, അല്ലെങ്കിൽ അയാൾ നമ്മുടെ ഒരു നേട്ടത്തെ, ഒരു നന്മയെ അംഗീകരിച്ചില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ തേങ്ങൽ വരുന്നുണ്ടോ? നമ്മുടെ മുഖം വാടുന്നുണ്ടോ? നമ്മൾ വല്ലാതെ മനസ്സിടിയുന്നവരാണോ? എങ്കിൽ നമ്മൾ അഹങ്കാരത്തിൻ്റെ അംശങ്ങൾ നമ്മിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അഹങ്കാരത്തെക്കുറിച്ച് ബൈബിളിലൊരു വചനം പറയുന്നുണ്ട്. പ്രഭാഷകൻ 10-ാം അധ്യായത്തിൻ്റെ 12, 13 തിരുവചനങ്ങളിൽ പറഞ്ഞിരിക്കുന്നു, അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്ന ഒരുവൻ ഹൃദയം അവൻ്റെ സ്രഷ്ടാവിനെ പരിത്യജിച്ചിരിക്കുന്നു. അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു, അതിനോട് ഒട്ടി നിൽക്കുന്നവൻ മ്ലേച്ഛത വമിക്കും. അതിനാൽ കർത്താവ് അപൂർവമായ പീഡകളയച്ച് അവനെ നിശേഷം നശിപ്പിക്കും. ഇവിടെ അതിലാദ്യ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. ഒരാളുടെ അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നെന്ന് പറയാൻ കാരണം എന്താ? അഹങ്കാരി ദൈവത്തിലല്ല ആശ്രയിക്കുന്നത്, അയാളിലാണ് ആശ്രയിക്കുന്നത്. അയാളിൽ ആശ്രയിച്ചാലുള്ള ഒരു കുഴപ്പം, ദൈവം ദാനമായിട്ട് നൽകിയിരിക്കുന്ന സമ്മാനങ്ങളെ ദൈവത്തിൻ്റെ ദാനമല്ല, സ്വന്തം എന്ന മട്ടിൽ അയാൾ അതിനെക്കുറിച്ച് അഭിമാനിച്ചും ആ അഭിമാനത്തിൽ അഭിരമിച്ചും അങ്ങ് നടക്കും. അവിടെയാണ് പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് 1 കൊരിന്തോസ് 4:7 പറഞ്ഞത്, ദാനമായിട്ട് കിട്ടിയതല്ലാതെ സ്വന്തമായിട്ട് നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു? 1 കൊരിന്തോസ് 4:7. അപ്പോൾ ദൈവമെല്ലാം ദാനമായി നൽകിയതാണെന്ന് ബോധ്യമുള്ള ഒരു വ്യക്തിക്ക് തൻ്റെ നേട്ടങ്ങളെന്നോ കഴിവുകളെന്നോ തൻ്റെ ഉള്ളിൽ തൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചും അഹങ്കരിക്കാൻ പറ്റില്ല. ഫരിസേയൻ ദൈവത്തിനു മുമ്പിൽ ചെന്ന് അവൻ്റെ നല്ല പ്രവൃത്തികളെക്കുറിച്ച് ഉയർത്തിപ്പറഞ്ഞ് മറ്റുള്ളവരെ, പ്രത്യേകിച്ച് ചുങ്കക്കാരനെ, അന്നത്തെ കാലത്ത് യഹൂദരുടെ ഇടയിൽ പാപികളുടെ കൂട്ടത്തിൽ, വെറുക്കപ്പെടേണ്ടവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നവരാണ് ഈ ചുങ്കക്കാർ. അത് ചരിത്രപരമായൊരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അവരെ ഇവർ വെറുക്കുന്നത്. ഈ ചുങ്കക്കാർ റോമാ സർക്കാരിന് വേണ്ടി, റോമാ സാമ്രാജ്യത്തിനു വേണ്ടി ഇസ്രായേൽ ജനത ചുങ്കം പിരിക്കുന്നു എന്നുള്ള ഒരു കാരണം. 2, അവർ അമിത ചുങ്കം പിരിച്ച് ഇവരുടെ സമ്പത്തിനെ ചൂഷണം ചെയ്യുന്നുള്ള കാരണം. ഈ 2 കാരണത്താൽ അവരെ വെറുത്ത് കഴിയുകയാണ്. തീർച്ചയായിട്ടും അവർ ചെയ്തതിൽ തെറ്റുണ്ടായിരുന്നുള്ളൂ, ശരി തന്നെയാണ്. എന്നാൽ ഇവിടെ ഒരു കാര്യമുണ്ട്, ഈ ചുങ്കക്കാരൻ പാപിയാണെന്ന് വിധിക്കാനായി ഈ ഫരിസേയന് യാതൊരു അവകാശവുമില്ല. അഹങ്കാരം തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പം ദൈവത്തിൽ നിന്ന് അകലുമെന്ന് പറയാൻ കാരണം, ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുന്നവന് എളിമ എന്ന പുണ്യം വരും. തനിക്ക് കിട്ടിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവം തന്നത് മാത്രമേ ഉള്ളൂ എന്നങ്ങ് ചിന്തിക്കാൻ പറ്റും. എന്നോടൊരിക്കലൊരു അൽമായ വചനപ്രഘോഷകൻ
ഇങ്ങനെ ഒരു വേദന പങ്കുവെച്ചു. പക്ഷെ അദ്ദേഹം ഇന്ന് വളരെ വിശുദ്ധനായിട്ട് അന്ന് ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെക്കുറിച്ച് സന്തോഷത്തോടെ പ്രതികരിച്ചതുകൊണ്ടാണ് ഞാനിതിപ്പോൾ പറയുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്, അതൊരു 10-20 വർഷം മുമ്പാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് കർത്താവ് രോഗശാന്തി വരം തന്നു. ഞാൻ പ്രാർത്ഥിക്കുമ്പം, ഞാൻ വചനം പ്രഘോഷിക്കുമ്പം, ജനങ്ങളെ കണ്ട് സ്തുതിപ്പിക്കുമ്പോൾ പെട്ടെന്ന് രോഗശാന്തി ഉണ്ടാകും. പക്ഷേ അവിടെ വചനപ്രഘോഷണത്തിനായിട്ട് വേറൊരാൾ വന്നിട്ടുണ്ട്. അയാളാണ് നേതൃത്വം കൊടുക്കുന്നത്. അയാൾ പ്രസംഗിച്ചിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുണ്ടായ രോഗശാന്തികൾ ഒക്കെ അയാൾ അവിടെ സാക്ഷ്യപ്പെടുത്തിച്ചിട്ട് അതിൻ്റെ കയ്യടി മുഴുവൻ അയാൾ വാങ്ങുകയാണ്. ഇതന്ന് കേട്ടപ്പോൾ, അത് ഞാൻ പോട്ടെ ആശ്രമത്തിലാണ്, പെട്ടെന്ന് എൻ്റെ തലമരവിക്കുന്ന പോലെ എനിക്ക് തോന്നി. കാരണം എത്ര പാപകരമായിട്ടാണ്, ഒരുപക്ഷെ പൈശാചികമായിട്ടാണ് ദൈവ ദാനമായിട്ടുള്ള വരങ്ങളെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നത്. നമ്മുടെ ആരുടെയെങ്കിലും ശക്തി കൊണ്ട് വചനം പ്രസംഗിക്കുമ്പോൾ രോഗശാന്തി ഉണ്ടാവില്ല. നമ്മുടെ ആരുടെ ശക്തി കൊണ്ട് നമുക്ക് വചനം പ്രസംഗിക്കാൻ പറ്റില്ല. വരങ്ങളുമുണ്ട്, ജന്മസിദ്ധമായ കഴിവുകളുമുണ്ട്, ടാലൻസ് എന്ന് പറയുന്ന കഴിവുകളുണ്ട്. ഈ കഴിവുകൾ ദൈവത്തിൻ്റെ ദാനമാണ്. അത് ദൈവം എനിക്ക് എൻ്റെ മാതാപിതാക്കളിലൂടെയോ പിന്നീട് എൻ്റെ വിദ്യാഭ്യാസ കാലത്തോ എനിക്ക് തന്ന സമ്മാനങ്ങളാണ് എന്നുള്ള നിറഞ്ഞ ബോധ്യത്തിലിരിക്കുന്ന വ്യക്തി സ്വന്തം കഴിവുകളെ ഓർത്ത് അഹങ്കരിക്കില്ല. ഈ കഴിവുകളെന്ന് പറയുന്നത് പോകാൻ ഒരു നിമിഷം മതിയല്ലോ. നല്ല സൗന്ദര്യമുള്ള വ്യക്തിയുടെ മുഖത്ത് അല്പം ആസിഡ് വീണ തീർന്നില്ലേ? നല്ല ഓട്ടക്കാരൻ്റെ സന്ധിബന്ധങ്ങൾക്കൊരു പരിക്ക് പറ്റി, അല്ലെങ്കിൽ അരക്കെട്ടിനൊരു പരിക്ക് പറ്റി ഓടാൻ പറ്റാതെ വന്നാലോ? നമുക്കറിയാം, വലിയ കാറോട്ട മത്സരക്കാരനായ ഷൂമാക്കറിൻ്റെ അപകടം. എല്ലാവരുടെയും കൈയടി മേടിച്ച, സ്പോർട്സ് ലോകത്തിൽ എല്ലാവരാലും ബഹുമാനിക്കപ്പെട്ട, ആദരിക്കപ്പെട്ട വ്യക്തി അപകടത്തിൽപ്പെട്ടതിന് ശേഷം ഇപ്പോൾ ജീവച്ഛവം പോലെ കിടക്കേണ്ട അവസ്ഥ വരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു നിമിഷം മതി നമ്മുടെ കഴിവെന്ന് പറഞ്ഞ് നമ്മളിൽ നിന്ന് പോകാൻ. മനോഹരമായി പാട്ട് പാടുന്ന ആളുടെ തൊണ്ടയിൽ ഒരു രോഗം വന്നാൽ തീർന്നില്ലേ പണി? നല്ല ആരോഗ്യമുള്ള ഒരു ബോക്സർ, ബോക്സിങ്ങിൽ ഫസ്റ്റ് മേടിക്കുന്ന ഒരാൾക്ക് ഒന്ന് ക്യാൻസർ പിടിച്ചാൽ തീർന്നില്ലേ കാര്യം? വേണ്ട, ഒരു ചെറിയ രോഗം വന്നാലും മതിയല്ലോ. അപ്പോൾ കഴിവെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് ചിന്തിച്ച് അത് ദൈവമഹത്വത്തിനായിട്ട് വിനിയോഗിച്ചാലേ കഴിവിലൂടെ ദൈവമഹത്വപ്പെടുകയുള്ളൂ. 2, നമ്മൾ ആർജിച്ചെടുത്ത ചില കഴിവുകൾ ഉണ്ട്. നമുക്ക് ജന്മസിദ്ധമായി കിട്ടിയതുണ്ട് ആർജിച്ചെടുത്ത കഴിവുകൾ. അതുതന്നെ എത്രയോ പേരുടെ സഹായത്തോടെ നമുക്ക് കിട്ടിയതാണ്. പാട്ട് പാടുന്ന ഒരു പെൺകുട്ടി ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞു, എൻ്റെ കഠിനാധ്വാനം മൂലം ഞാൻ നേടിയെടുത്ത എൻ്റെ ഈ കഴിവ് ജന്മസിദ്ധമായി കിട്ടി. അമ്മയൊരു പാട്ടുകാരി ആയതുകൊണ്ട് കുറച്ച്, പക്ഷേ എൻ്റെ ചേച്ചി എന്നേക്കാൾ നന്നായിട്ട് പാടുമായിരുന്നെന്ന് എല്ലാവരും പറഞ്ഞ്, അവൾക്ക് ഫസ്റ്റ് കിട്ടുമെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ ചേച്ചി ഇന്നൊന്നുമല്ല, ഞാൻ മനോഹരമായി പാട്ട് പാടുന്നല്ലോ, ഇതൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അതെൻ്റെ കഠിനാധ്വാന നിമിത്തമാണ്. എൻ്റെ അധ്യാപിക എന്നെ പഠിപ്പിക്കാൻ വന്നില്ലെങ്കിൽ ഞാൻ അവരുടെ വീട്ടിൽ പോയിരുന്ന് പഠിക്കും. എന്നിട്ട് രാവിലെ നേരം വെളുത്ത് എഴുന്നേറ്റ് എൻ്റെ ചേച്ചി കിടന്നുറങ്ങുമ്പോൾ ഞാൻ എഴുന്നേറ്റ് സാധകം ചെയ്യും. ഞാൻ വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട് പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ എൻ്റെ സ്വരത്തെ ഞാൻ ഉറപ്പിച്ചു. അങ്ങനെ ഞാൻ നേടിയെടുത്തതാണ്, അങ്ങനെ ഉണ്ടാക്കിയ പണമാണ്. എന്നിട്ട് എൻ്റെ ചേച്ചിയെ എല്ലാവരും പൊക്കിക്കൊണ്ട് നടന്നു. ഞാനിപ്പോൾ ഉയർന്നു കഴിഞ്ഞപ്പോഴേക്ക് അവർക്കെല്ലാവർക്കും മനസ്സിലായി ഞാനാണ് മിടുക്കിയെന്ന്. ഇപ്പോൾ അവരെൻ്റെ പുറകെ വരിക. ഞാൻ അത്രയങ്ങ് വിട്ടുകൊടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് വലിയ ദുഃഖം തോന്നി. ഞാൻ പറഞ്ഞു, മോളെ പഠിപ്പിച്ച അധ്യാപകന് ദൈവം ഉപയോഗിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛൻ ഒരു കാര്യം അച്ഛനോട് പറയട്ടെ, KS ചിത്ര എന്ന ഗായിക KS ബീന എന്ന ചേച്ചിയേക്കാളും മിടുക്കിയായിട്ടെന്ന് എല്ലാവരും അറിയപ്പെടുന്നു. കാരണം എന്താണ്? ചിത്ര ചേച്ചിയുടെ ഡെഡിക്കേഷൻ. അപ്പം ഞാൻ പറഞ്ഞ ആ കാര്യം എനിക്കും അറിയാം. ചിത്ര ചേച്ചിക്ക് ഡെഡിക്കേഷനുണ്ട്, ചേച്ചി ബീനയ്ക്ക് അത്രമാത്രം ഡെഡിക്കേഷൻ ഉള്ളത് പറയാൻ നമ്മൾ ആരാണ്? എല്ലാവരാലും പ്രകീർത്തിക്കപ്പെടുന്ന സ്വര ശുദ്ധിയുള്ള നല്ലൊരു ഗായികയായിരുന്നു ചിത്ര ചേച്ചിയുടെ സഹോദരി ബീന. പക്ഷേ അതിൻ്റെ പേര് നമ്മൾ ചിത്ര ചേച്ചി അഹങ്കരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഈ പെൺകുട്ടിക്കൊന്നും പറയാനില്ല. പ്രിയപ്പെട്ടവരെ, പിന്നീട് ഞാൻ ആ പെൺകുട്ടിയെ കാണുന്നത് ഉന്നതമായ പദവിയിൽ ഉണ്ടെന്ന് അഭിമാനിച്ച് അഹങ്കരിച്ച് നടന്ന പെൺകുട്ടിയെ എൻ്റെ മുമ്പിൽ അമ്മ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. പെൺകുട്ടിയല്ല, അപ്പോൾ ഒരു യുവതിയാണ്. കരഞ്ഞുകൊണ്ട് എന്നോട് പറയുന്നു, ഡോക്ടർമാർ പറയുന്നു ഇനി ഒരിക്കലും എനിക്ക് പാടാൻ പറ്റില്ല, എൻ്റെ തൊണ്ടയ്ക്ക് ഒരു രോഗം വന്നിരിക്കുന്നു. ചങ്കുപൊട്ടി കരയുകയാണ്. ഞാൻ പറയുന്നില്ല ദൈവം ശിക്ഷിച്ചാണെന്നൊന്നും. പ്രിയപ്പെട്ടവരെ, നമ്മൾ
ജന്മസിദ്ധമായി കിട്ടിയതാണെങ്കിലും ആർജിച്ചെടുത്തതാണെങ്കിലും അതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്, അനേകരിലൂടെ കിട്ടിയതാണ്. മൂന്നാമതായി, ദാനമായി ദൈവം നൽകുന്ന ഗിഫ്റ്റായിട്ട് പരിശുദ്ധാത്മാവ് തരുന്ന ചില കാര്യങ്ങളുണ്ട്. ആ ഗിഫ്റ്റിനെ കുറിച്ചാണ്, രോഗശാന്തി വരത്തെക്കുറിച്ചാണ് ആ സഹോദരൻ അന്ന് എന്നോട് പറഞ്ഞത്. വചനപ്രഘോഷം ലീഡ് ചെയ്യുന്നയാള് എൻ്റെ വരം ഉപയോഗിച്ചുകൊണ്ട് പേരെടുക്കുകയാണ്, എന്നെ ആരും അംഗീകരിക്കുന്നില്ല. ഞാൻ പറയും, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ സ്വീകരിച്ച ഒരു വ്യക്തി ഇത് തൻ്റെ കഴിവ് കൊണ്ടാണെന്ന് ചിന്തിച്ചു പോയാൽ അപ്പോൾ അയാളിൽ പിശാച് പ്രവർത്തിച്ചു തുടങ്ങും. അവിടെ ഈ വചനം നമ്മളത് പഠിക്കേണ്ടത്. പ്രഭാഷകൻ 10:12-13 വചനം. അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് ഒരുവൻ അകലുന്നു, ഹൃദയം അവൻ്റെ സൃഷ്ടാവിനെ പരിത്യജിച്ചിരിക്കുന്നു. അഹങ്കരിക്കാൻ എന്തുണ്ട്? 1 കൊരിന്തോസ് 4:7 ദിവസവും രാവിലെ എഴുന്നേറ്റൊന്ന് പറഞ്ഞിട്ട് ആ ദിവസം ആരംഭിക്കണമെന്ന് പോലും എനിക്ക് തോന്നുക. രാത്രി കിടക്കാൻ നേരത്തും നേടിയ നേട്ടങ്ങളുടെ അഭിമാന ബോധത്തോടെ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ദാനമായിട്ട് കിട്ടിയതല്ലാതെ സ്വന്തമായിട്ട് നിനക്ക് എന്തുണ്ട്, എല്ലാം ദാനമായിരിക്കുക, ദാനമല്ല എന്ന മട്ടിൽ എന്തിനഹങ്കരിക്കുന്നു എന്നുള്ള ആ ചോദ്യം നമ്മോട് തന്നെ ചോദിച്ചുകൊണ്ട് ഉണർന്ന് എഴുന്നേൽക്കുകയും ഉറങ്ങാൻ പോവുകയും ചെയ്യുകയാണെങ്കിൽ എളിമയിലേക്ക് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. നേടിയ നേട്ടങ്ങൾ, PT ഉഷയോ ഷൈനി വിൽസനോ MD വത്സമയോ അല്ലെങ്കിൽ ഒളിമ്പിക്സിൽ പോയി മെഡൽ നേടുന്നവരോ അല്ലെങ്കിൽ ലോകത്തിലെ സച്ചിൻ ടെണ്ടുൽക്കറോ ആരുമാകട്ടെ, ലോകം അംഗീകരിക്കുന്ന സ്പോർട്സ് താരങ്ങളോ കായിക കലാ മേഖലകളിലൊക്കെ ഉയർന്ന പദവിയിലെത്തിയവരോ ആരെങ്കിലും അഹങ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാം താഴെയിട്ട് പോയിട്ടുള്ളത് നമ്മൾ കാണുന്നുണ്ട്. വലിയ ഉന്നത സ്ഥലത്തെത്തിയ എല്ലാവരും ഓട്ടോഗ്രാഫ് വാങ്ങാൻ വേണ്ടി പുറകെ നടന്ന സ്പോർട്സ് താരങ്ങൾ പോലും എങ്ങും എത്താതെ പോയി. എവിടെയാണ് അവരെന്ത് കാണാൻ പോലും ഇല്ലാത്തൊരവസ്ഥയിൽ വന്നിട്ടുണ്ട്. എല്ലാറ്റിൻ്റെ കാരണം എവിടെയാണ്? എനിക്ക് തോന്നുന്നു അഹങ്കാരമാണെന്ന്. അത് ദൈവത്തിൻ്റെ ശിക്ഷയാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കാൻ എനിക്കിഷ്ടമില്ല. നമ്മളൊരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ തിന്മയുടെ മനസ്സിൻ്റെ ഉടമകളായാൽ തിന്മ നമ്മിൽ ഉദിപ്പിക്കുന്ന പിശാച് നമ്മെ ആ രീതിയിൽ കൊണ്ട് തകർക്കുകയാണ്. അത് ദൈവത്തിൽ നിന്നല്ല തകർച്ച വന്നത്. ദൈവം അത് അറിയുന്നു, ദൈവം കാണുന്നു, അനുവദിക്കുന്നു. അങ്ങനെയെങ്കിലും വേണ്ടി ആത്മാവ് രക്ഷപ്പെടട്ടെ എന്ന് ദൈവം അത് അനുവദിക്കുന്നുള്ള സത്യമാണ്. പ്രിയപ്പെട്ടവരെ, പ്രഭാഷകൻ 10:7 വചനം ഒന്ന് വായിക്കുകയാണ്. അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു, അനീതി ഇരുവർക്കും നിന്ദ്യമാണ്. അഹങ്കാരത്തെ അനീതിയെ കുറിച്ച് പറയുന്നതിൽ ആദ്യത്തെ ഭാഗം എടുക്കുക. അഹങ്കാരം ദൈവത്തിനും ഇഷ്ടമല്ല, മനുഷ്യർക്കും ഇഷ്ടമല്ല. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കയ്യടി മേടിക്കുന്നു, മറ്റുള്ളവർ പ്രശംസിക്കപ്പെടുന്നു, മറ്റുള്ളവരെ നമ്മെ പൊക്കി പറയുന്നു, മറ്റുള്ളവർ നമ്മുടെ കഴിവുകളെ അംഗീകരിക്കുന്നില്ല. അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അതെല്ലാം ദൈവത്തിലേക്ക് തിരിച്ചുവിടാൻ പറ്റും. ഞാൻ ആ പറഞ്ഞ ആത്മായ സഹോദരനോട് ഞാൻ പറഞ്ഞു, ദൈവം ദാനമായി നൽകിയിരിക്കുന്ന ഈ രോഗശാന്തി വരത്തെ എത്ര വികലമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് അഹങ്കാരിയിൽ പിന്നെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കില്ല എന്നുള്ള ബോധ്യം ഉണ്ടാകണം. അയാൾ എന്നോട് പറഞ്ഞു, പിന്നെ എന്നിൽ പിശാചാണോ പ്രവർത്തിക്കുന്നത്? ഞാൻ പറഞ്ഞു, സഹോദര, അതിൻ്റെ വിശദാംശങ്ങൾ എനിക്ക് മുഴുവൻ ഇപ്പം പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം തീർച്ചയാണ്, പ്രഭാഷകൻ 10-ാം അധ്യായത്തിൻ്റെ 12-ാം വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, അഹങ്കാരം തുടങ്ങുമ്പോൾ ഒരുവൻ കർത്താവിൽ നിന്ന് അകലുന്നു, ഹൃദയം അവൻ്റെ സൃഷ്ടാവിനെ പരിത്യജിച്ചിരിക്കുന്നു. അതുകൊണ്ട് സഹോദരി ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക്. പക്ഷേ ഞാൻ ആ ഉപദേശം കൊടുത്ത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഇന്ന് അദ്ദേഹം നവീകരണ ശുശ്രൂഷ മേഖലയിൽ പോലുമില്ല. അതിൻ്റെ കാരണം എന്തെന്ന് ഇവിടെ ഇരിക്കുന്ന എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ചിന്തിക്കുന്നുണ്ടാകാം. എനിക്ക് തോന്നുന്നു ഒരു ആത്മീയ പിതാവിൻ്റെ അല്ലെങ്കിൽ എൽഡർ എന്ന് പറയുന്ന ഒരു മുതിർന്ന ആത്മീയ പക്വത എത്തിയ ഒരാളുടെ സഹായമില്ലാത്തത് കൊണ്ടുണ്ടാകുന്ന ദുരന്തമാണ്. പിന്നെ ഒരു കുമ്പസാരക്കാരൻ വേണം. പ്രായോഗിക തലത്തിൽ ചില കാര്യങ്ങൾ പറയുകയാണ്. നമ്മൾ ശുശ്രൂഷാ ജീവിതത്തിലുള്ളവരോ പൊതു കാര്യങ്ങളിൽ ഏർപ്പെടുന്നവരോ പൊതുപ്രവർത്തകരോ ഏതെങ്കിലും ഗവൺമെൻറ് ഉദ്യോഗം വഹിക്കുന്നവരോ അല്ലെങ്കിൽ മറ്റെങ്കിലും ജോലി ചെയ്യുന്നവരോ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ അധ്യാപകരോ ഡോക്ടർമാരോ നഴ്സസോ എൻജിനീയേഴ്സോ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരോ ആരുമാകട്ടെ, ദൈവത്തെങ്കിലേക്കുള്ള നോട്ടം എപ്പോഴും ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കി ദൈവത്തെങ്കിലേക്ക് നോക്കാതെയാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ നമ്മൾ അഹങ്കരിച്ചു പോകും. ദൈവത്തെങ്കിലേക്ക് നോട്ടം എപ്പോഴും ഉണ്ടെങ്കിൽ പരാജയം വരില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കഴിവുകളെ നാം കാണണം, കഴിവുകളിലേക്ക് നോക്കണം. പക്ഷെ ഒറ്റ കാര്യം, യേശുവിൻ്റെ കണ്ണുകളിലൂടെ ആ കഴിവുകളിലേക്ക് നോക്കുക. അപ്പോൾ ഇത് യേശു തന്നാണെന്ന് തിരിച്ചറിയും. ദാനമായിട്ട് തന്നതല്ലേ,
അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം മാത്രം അതിനെ ഉപയോഗിക്കുക. ആ സഹോദരൻ അന്ന് ഞാൻ പറഞ്ഞ് കേട്ടില്ല. അന്ന് ഞാനൊരു നിർദ്ദേശം കൊടുത്തിരുന്നു. സഹോദരൻ ആത്മീയ ശുശ്രൂഷയിലേക്ക് വന്നത് നാക്യമ്പറമ്പലച്ചൻ്റെ സഹായത്തോടെയാണെന്നൊരു വാക്ക് എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു. അപ്പോഴെന്നോട് പറഞ്ഞത്, അച്ഛൻ്റെ അടുക്കൽ പോയിട്ട് ഇക്കാര്യങ്ങൾ ഏറ്റു പറഞ്ഞിങ്ങനെ അഹങ്കരിച്ചു പോയെന്ന് പറഞ്ഞാൽ അച്ഛൻ തീർച്ചയായും പ്രാർത്ഥിക്കും, സഹായിക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ പോയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ അച്ഛനോട് അന്വേഷിച്ചപ്പോൾ അയാൾ എൻ്റെ അടുത്ത് വന്നില്ലെന്നും പറഞ്ഞു. അനേകം വരങ്ങൾ ലഭിച്ച വ്യക്തികൾ, വരങ്ങൾ ലഭിച്ച അനേകം വ്യക്തികൾ, അതുപോലെ തന്നെ കഴിവുകളുള്ള ഒത്തിരി വ്യക്തികൾ എങ്ങും എത്താതെ, ആരുമാകാതെ, ഒന്നും ചെയ്യാനാവാതെ നിഷ്ക്രിയരായും തകർന്നവരായും മാറിയിട്ടുണ്ടെങ്കിൽ അടിസ്ഥാന കാരണം ഇത് തന്നെയാണ്, അഹങ്കാരം. പ്രിയപ്പെട്ടവരെ, ജെറമ്യായുടെ പുസ്തകം 50-ാം അധ്യായത്തിൻ്റെ 31-ാം തിരുവചനത്തിൽ പറയുക, അഹങ്കാരി, ഞാൻ നിനക്കെതിരാണെന്ന് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവിന് അതൊട്ടും നിന്റെ സ്വീകാര്യമല്ല. അതുപോലെ തന്നെ സുഭാഷിതം 16:18 നമ്മൾ വായിക്കുന്നു, അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണ്, അഹന്ത അധപതനത്തിൻ്റെ മുന്നോടിയാണ്. സുഭാഷിതം 18:12 നമ്മൾ വായിക്കുകയാണ്, ഗർവം നാശത്തിൻ്റെ മുന്നോടിയാണ്, വിനയ ബഹുമതിയുടെയും. പ്രിയപ്പെട്ടവരെ, നമുക്ക് അഹങ്കാരത്തിൻ്റെ പാപം അത് അല്പമെങ്കിലും ഉണ്ടെങ്കിൽ അത്രത്തോളം നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു എന്ന് മനസ്സിലാക്കാം. ഈശോയെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് അങ്ങയുടെ മുമ്പിൽ. ഞാനും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ദാസരും അഹങ്കാരത്തിൻ്റെ പാപബന്ധനത്തിലാണെങ്കിൽ ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് ഈ നിമിഷം അഹങ്കാരത്തിൻ്റെ പാപം ഉപേക്ഷിച്ച് എളിമപ്പെട്ട് പ്രാർത്ഥിക്കാൻ, എളിമപ്പെട്ട് തലകുനിക്കാനുള്ള വരം തരണമേ. ഞങ്ങളുടെ അയോഗ്യതകൾ ഞങ്ങൾ ഏറ്റുപറയുന്ന കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ നേട്ടങ്ങൾ നേടിയെന്ന് ചിന്തിച്ചു പോയിട്ടുണ്ട്. ഞങ്ങളുടെ കഴിവുകളെന്ന് പലതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. നേട്ടങ്ങളല്ല, ആ നേടിയതെല്ലാം ദാനമായി കിട്ടിയത് മാത്രമാണെന്നും കഴിവുകളെല്ലാം അങ്ങ് തന്ന സമ്മാനങ്ങൾ മാത്രമാണെന്നും അതിനെ ഓർത്തുള്ള അഭിമാനം ദൈവത്തിലുള്ള അഭിമാനം മാത്രമാകണമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഇന്നത്തെ ഈ ശുശ്രൂഷയെ പങ്കെടുത്ത എല്ലാ ദൈവമക്കളെ അനുഗ്രഹിക്കണേ ഈശോയെ. ഞങ്ങളെല്ലാവരും ആത്മാവിലും മനസ്സിലും ശരീരത്തിലും സൗഖ്യമുള്ളവരാകട്ടെ. എല്ലാ കാര്യങ്ങളെ ഓർത്ത് അങ്ങേ മഹത്വപ്പെടുന്ന കൃപയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങൾക്കുണ്ടായ പരാജയങ്ങളോ കുറവുകളോ ഓർത്ത് മനസ്സിടിഞ്ഞു പോകാൻ അനുവദിക്കരുതേ. അതുപോലെ തന്നെ മറ്റുള്ളവർ ഞങ്ങളെ ഉയർത്തിക്കാട്ടാതിരിക്കുമ്പോൾ, പൊക്കി പറയാതിരിക്കുമ്പോൾ, മറ്റുള്ളവർ താഴ്ത്തിക്കെട്ടുമ്പോൾ മനസ്സിടിഞ്ഞു പോകുന്ന സ്വഭാവത്തെ ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ആത്മശരീര മനസ്സുകളങ്ങ് പൗത്രീകരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സമാഗതമായി സകലരും അനുദപിക്കാൻ, സർവം സമർപ്പിക്കുവാൻ സകലരും അണഞ്ഞിടുവിൻ. സമയം സമാഗതമായി സകലരും അനുദപിക്കാൻ, സർവം സമർപ്പിക്കുവാൻ സകലരും അണഞ്ഞിടുവിൻ. അനുതാപിയെ ചേർത്തണയ്ക്കാൻ, അനുഗമിക്കാൻ ഒരുക്കിടുവാൻ, ആത്മാവിനാൽ നിറച്ചിടുവാൻ ആഗതനായവൻ വിളിച്ചിടുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും, ഈ ശുശ്രൂഷയെ വിവിധ രാജ്യങ്ങളിലും സ്ഥലങ്ങളിലും ഇരുന്ന് പങ്കെടുക്കുന്ന എല്ലാവരും, അവരെ പീഡിപ്പിക്കുന്ന എല്ലാ രോഗപീഠകളും
എല്ലാ തരത്തിലുള്ള പൈശാചിക ശക്തികളെ ഉപദ്രവങ്ങളും എല്ലാം വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാൽവരി കുരിശിൽ നിന്നൊഴുകിയ തിരുരക്തം ഈ ദിവ്യകാരുണ്യം വഴി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരിലും വന്ന് വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ രക്തത്തിൽ എല്ലാ പാപക്കറകളും നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവരി കുരിശിൽ നിന്നൊഴുകിയ ചുടുചോര ഓരോ വ്യക്തിയെ ഇപ്പോൾ വിശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1 യോഹന്നാൻ 1:7 അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും നമ്മളെ ശുദ്ധീകരിക്കുന്നു. കർത്താവേ, പാപങ്ങൾ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അറിഞ്ഞും അറിയാതെ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ചെയ്തു പോയ പാപങ്ങളെല്ലാം പൊറുക്കാൻ തിരുവെള്ളമാകണമേ. തിരുരക്തം ഞങ്ങളുടെ മേൽ വീഴ്ത്തണമേ കർത്താവേ. ഏതെല്ലാം മനസ്സ് മുറിവേറ്റിരിക്കുന്നുവോ, ഏതെല്ലാം ശരീരം രോഗബാധിതമായിരിക്കുന്നുവോ, ഏതെല്ലാം ആത്മാവ് പാപത്താൽ മലിനമാക്കപ്പെട്ടിരിക്കുന്നുവോ, ഈ ആത്മാവിലേക്കും മനസ്സിലേക്കും ശരീരത്തിലേക്കും ഈശോയെ അങ്ങയുടെ ചുടുചോര ഒഴുകി വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കഴുകുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങയോട് പങ്കില്ലല്ലോ കർത്താവേ. അങ്ങ് ഞങ്ങളെ കഴുകണമേ കർത്താവേ. എല്ലാവരും ഇപ്പോൾ കഴുകണമേ കർത്താവേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ കർത്താവേ. പാപമോചനം നൽകണമേ കർത്താവേ. എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് ഈ വലിയ ശുശ്രൂഷയുടെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരിലേക്കും ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപികൾ മാനസാന്തരപ്പെടട്ടെ. ബന്ധനം മോചിക്കപ്പെടട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അന്ധകാര ബന്ധനം അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ഊമർ സംസാരിക്കട്ടെ. നാവിന്റെ കെട്ടഴിയട്ടെ. ശ്വാസകോശ രോഗങ്ങൾ മാറട്ടെ. തലച്ചോറിന്റെ രോഗങ്ങൾ മാറട്ടെ. മാനസിക രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അവരുടെ എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. വായിലെ മോണയിലെ പല്ലിന്റെ രോഗങ്ങളെല്ലാം വിട്ടുപോകട്ടെ. തൊണ്ടയിലെ ശ്വാസകോശത്തിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ഹൃദയത്തിന്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ആമാശയത്തിന്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. കുടലിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. പ്രമേഹ രോഗം വിട്ടുപോകട്ടെ. പാൻക്രിയാസ് സൗഖ്യം പ്രാപിക്കട്ടെ. കരൾ രോഗം വിട്ടുപോകട്ടെ. എല്ലാ നാഡീഞരമ്പുകളും ബലം പ്രാപിക്കട്ടെ. അസ്ഥികൾ ബലം പ്രാപിക്കട്ടെ. അസ്ഥികളെ സുഖപ്പെടുത്തണമേ. തളർന്ന ശരീരം ബലം പ്രാപിക്കട്ടെ. ത്വക്ക് രോഗം മാറട്ടെ. രക്തത്തിന്റെ വൈകല്യങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതകരമായി സൗഖ്യം ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. കെട്ടുകൾ അഴിയട്ടെ. മുറിവുകൾ മാറട്ടെ. എല്ലാവരും സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ പാപങ്ങളും നീങ്ങി പോകട്ടെ. കുടുംബങ്ങൾ ഐശ്വര്യം നിറയട്ടെ. അനുഗ്രഹം നിറയട്ടെ. സമൃദ്ധി നിറയട്ടെ. ഹല്ലേലൂയ. ഈ നിൽക്കുന്ന അഞ്ജു എന്ന സഹോദരി മലബാറിൽ ഇരിട്ടി അടുത്ത് പട്ടാരം എന്ന സ്ഥലത്താണ് വീട്. സൗദി അറേബ്യയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. 9 വയസ്സുള്ളപ്പോൾ 9 വയസ്സുള്ളപ്പോൾ വീണതിൻ്റെ ഫലമായി, എങ്ങനെ വീണതെന്നൊക്കെ അഞ്ജു തന്നെ പറയും, ഉണ്ടായ മാരകമായ പരിക്ക് അന്നു മുതൽ ഇന്നു വരെയുള്ള വേദന മാറിയ സാക്ഷ്യമാണ് പറയുന്നത്. പറഞ്ഞോ. എൻ്റെ പേര് അഞ്ജു. ഞാൻ ഇരിട്ടിയിൽ നിന്ന് വരുന്നു. ഞാൻ സൗദിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഷോൾഡറിലോട്ട് സ്ക്രീൻ വീണ് അന്ന് മുതൽ എനിക്ക് വേദനയായിരുന്നു. ആദ്യം എല്ലാ വർഷവും ആയിരുന്നു ഇങ്ങനെ ഒരു വേദന വന്നുകൊണ്ടിരുന്നത്. പിന്നീട് അത് ഫ്രീക്വൻ്റായിട്ട് വരാൻ തുടങ്ങി. തിരുമലൊക്കെ നടത്തി, പക്ഷേ എന്നിട്ടും കുറവുണ്ടായില്ല. ഇന്നലെ ഞാനിവിടെ ധ്യാനത്തിൽ പങ്കെടുത്ത് ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് ചെറിയ ആശ്വാസം തോന്നി. ഇന്നിപ്പം എന്തൊക്കെയായിരുന്നു അതിൻ്റെ ഫലമായുള്ള വേദന ഉണ്ടായിരുന്നത്? എന്തൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ഉണ്ടായിരുന്നത്? 10 മിനിറ്റിൽ കൂടുതൽ എനിക്ക് ചെയറിലിരിക്കാൻ വയ്യായിരുന്നു. അപ്പോഴത്തേനും ഇവിടെ ഭയങ്കര വേദനയും കഴപ്പും അനുഭവപ്പെടുമായിരുന്നു. കൈ പൊക്കുമ്പോഴും അതെയായിരുന്നു. പിന്നെ ആ മരവിപ്പ് ഇങ്ങോട്ട് കയ്യിലോട്ട് ഫുള്ളായിട്ട് വരുമായിരുന്നു. ഇന്നത്തെ സ്തുതിപ്പിൻ്റെ സമയത്ത് ഉത്തിതനായ ഈശോ എന്നെ കൈ പിടിച്ച് ഉയർത്തും പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ വേദന പൂർണ്ണമായും മാറി. ഇപ്പോൾ ഒട്ടും വേദനയില്ല. പാട്ട് പാടി നമ്മൾ സ്തുതിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ഈ അനുഭവം ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് ശരിക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഉത്തിതനായ ഈശോ എൻ്റെ കൈ പിടിച്ച് ഉയർത്തും പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ശരിക്കും അനുഭവപ്പെട്ടു. ദർശനത്തിൽ കാണുകയാണ് വെച്ചത് അനുഭവം ഉണ്ടാകും. ഒരു ഈശോയെ ഞാൻ കണ്ടു ഇങ്ങനെ പിടിച്ച് ഉയർത്തായിട്ട് അനുഭവപ്പെട്ടു. അങ്ങനെ ദർശനത്തിൽ കണ്ടു. അതിനുശേഷം ഇപ്പം കൈക്ക് എങ്ങനെയുണ്ട്? കൈ പൊക്കിക്ക് വേദന ഒട്ടുമില്ല. പൂർണ്ണമായിട്ട് മാറി. കൈയടിച്ച് യേശുവിന് നന്ദി പറയാം. ഹല്ലേലൂയ. നമ്മളിപ്പോൾ ഈ വചന ശുശ്രൂഷയ്ക്കിടയ്ക്ക് കണ്ണിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പം നമ്മൾ
ആ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ വിൻസെൻ്റ് ഡിക്രൂസ് എന്ന് പറയുന്ന ഈ സഹോദരനുണ്ടായ രോഗശാന്തി ഇപ്പം സാക്ഷ്യപ്പെടുത്തുകയാണ്. 8 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ 2 കണ്ണുകൾക്കും തിമിരം വന്ന്, കാട്രാക്റ്റ് വന്ന് ഓപ്പറേഷന് വിധേയനായി. സർജറിക്ക് ശേഷം ഒരു 3 മാസം മുമ്പ് മറ്റൊരു കുഴപ്പമുണ്ടായി. 8 വർഷം മുമ്പാണ് ഈ ഓപ്പറേഷൻ കഴിഞ്ഞു. പക്ഷേ ഒരു 3 മാസം മുമ്പ് കണ്ണുകൾക്ക് ഡബിൾ വിഷൻ എന്ന് പറയുന്ന, ഒരാളെ രണ്ടായി കാണുക, ഒരു വസ്തുവിന് രണ്ടായി കാണുന്ന ഒരു അവസ്ഥ വന്ന് ഫോക്കസിങ്ങിലുണ്ടാകുന്നൊരു വൈകല്യം. അപ്പോൾ വാസൻ ഐ കെയർ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റിൽ അവർ പറഞ്ഞു 2 മാസം കൊണ്ടൊക്കെ നോർമലാകും എന്നെല്ലാം പറഞ്ഞിട്ടും 3 മാസം കഴിഞ്ഞിട്ടും ഒന്നും ക്ലിയർ അല്ലായിരുന്നു, എല്ലാം രണ്ടായി കാണും. അദ്ദേഹം കണ്ണടയുടെ ഒരു ഭാഗത്ത് ഈ രണ്ടായി കാണുന്നത് മറയ്ക്കാൻ വേണ്ടി പേപ്പർ ഒട്ടിച്ചൊക്കെയാണ് വന്നത്. ട്രെയിനിൽ നിന്ന് ഇറങ്ങുമ്പോഴും ആ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോഴും ആ പ്രശ്നം ഉണ്ടായിരുന്നു. ക്ലാസ് തുടങ്ങുമ്പോഴും ഈ നിൽക്കുന്ന എന്നെ രണ്ടായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇനി വിൻസെൻ്റ് ഡിക്രൂസ് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ അത്ഭുതകരമായ സൗഖ്യത്തിന് അനുഭവം ഇപ്പം സാക്ഷ്യപ്പെടുന്നത് കേൾക്കാം നമുക്ക്. എൻ്റെ പേര് വിൻസെൻ്റ് ഡിക്രൂസ് എന്നാണ്. ഞാൻ റിട്ടയർഡായ എംപ്ലോയിയാണ്. 5 വർഷമായി റിട്ടയർഡായിട്ട്. ഇപ്പോൾ എവിടെ താമസിക്കുന്നു? ഇപ്പം ഞാൻ താമസിക്കുന്നത് ബാംഗ്ലൂർ TC പാളയത്താണ്, സെയിൻറ്റ് ആൻ്റണീസ് ചർച്ചിൻ്റെ അടുത്ത്. ഞാൻ 8 വർഷത്തിന് മുമ്പ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഫാക്ടറി ത്രൂ ആയിട്ട് എനിക്ക് 2 കണ്ണും കാറ്ററാക്റ്റിൻ്റെ ഓപ്പറേഷൻ ചെയ്തതാണ്. പക്ഷേ വളരെ നന്നായിട്ട് കാഴ്ചയുണ്ടായിരുന്നു, എഴുതാനും വായിക്കാനും എല്ലാം സാധിക്കുമായിരുന്നു. ഇപ്പോൾ 3 മാസത്തിന് മുമ്പ് എനിക്ക് ഡബിൾ വിഷൻ വന്നതിൻ്റെ ശേഷം ഞാൻ വാസൻ കെയറിൽ പോയി അവിടെ ഡോക്ടറെ മീറ്റ് ചെയ്യുകയും ഡോക്ടർ എന്നോട് പറഞ്ഞത്, നീ ന്യൂറോബിൻ ഫോർട്ട് എന്ന മരുന്ന് കഴിക്കുകയാണെങ്കിൽ നിൻ്റെ നെർവ്സിൻ്റെ ഇതെല്ലാം മാറിക്കിട്ടും, 2 മാസം കൊണ്ട് ക്യൂർ ആകുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ 2 മാസം കഴിഞ്ഞിട്ടും 3 മാസവും കഴിഞ്ഞു, ശരിയാകുന്ന ലക്ഷണം കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ കോട്ടയിലോട്ട് ഫാമിലി സഹിതം വന്ന് മുരിങ്ങൂർ ധ്യാനത്തിൽ പങ്കുകൊള്ളാമെന്നും പറഞ്ഞ് വന്ന് വരുമ്പോഴും ട്രെയിനിൽ വെച്ച് എൻ്റെ മിസ്സസ് ചോദിക്കുമായിരുന്നു, എന്താ ഒരു കണ്ണ് പൂട്ടി പിടിച്ചിരിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു ഇപ്പോഴും എനിക്ക് ശരിയായിട്ടില്ല എന്ന്. അങ്ങനെ ഇന്നത്തെ ഈ പ്രാർത്ഥന ഇവിടെ ഇന്ന് രാവിലെയും ഡബിളാണ് കണ്ടിരുന്നത്. അതെ, പറഞ്ഞു. ഇന്ന് രാവിലെയും എനിക്ക് ഡബിളായിട്ടായിരുന്നു കാണുന്നത്. അച്ഛനെ കാണുന്നതെല്ലാം ഡബിളായിട്ടാണ്, അടുത്തിരിക്കുന്നവരെ മാത്രമേ സിംഗിളായിട്ട് കാണുകയുള്ളൂ. അങ്ങനെ ഇപ്പോഴത്തെ ഈ വൈകുന്നേരത്തെ പ്രാർത്ഥനയിൽ എനിക്കൊരു വെളിച്ചം വരുന്ന പോലെ തോന്നി. അപ്പോഴത്തന്നെ എനിക്ക് എൻ്റെ മനസ്സിന് എനിക്കൊരു സമാധാനം കിട്ടി. കണ്ണ് തുറന്ന് നോക്കാമെന്ന് അച്ഛൻ പറഞ്ഞ് കണ്ണ് പൂട്ടി പിടിച്ചോ എന്ന്. പക്ഷേ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ അച്ഛനെ എനിക്ക് സിംഗിളായിട്ടാണ് കണ്ടത്. സ്തുതിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് സ്തുതിക്കാനായിട്ട് കണ്ണടയ്ക്കാൻ പറഞ്ഞു. അദ്ദേഹം കണ്ണടച്ച് പഠിച്ചു. അപ്പോഴൊരു വെളിച്ചം വരുന്ന ഒരു അനുഭവം, ഒരു ലൈറ്റ് അടിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. അത് കഴിഞ്ഞ് അദ്ദേഹം കണ്ണ് തുറന്നു നോക്കുമ്പോൾ ഡബിൾ വിഷൻ എന്നുള്ള ആ അവസ്ഥ പൂർണ്ണമായി മാറി. ഇപ്പം എനിക്ക് ദൂരെ ഇരിക്കുന്നവരെ സിംഗിളായിട്ട് കാണാൻ പറ്റും. നേരത്തെ എല്ലാവരും രണ്ടായി കണ്ടുകൊണ്ടിരുന്നതാണ്. കർത്താവ് നൽകിയ അത്ഭുതകരമായ സൗഖ്യത്തെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ പറയാം. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ ഡിവൈൻ വിഷൻ ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. ഫാക്സ് 0091 480 270 8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.